നമസ്കാരം. ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ലേബിൾ നോക്കുക എന്നുള്ളത് എൻ്റെ പണ്ടേ മുതലുള്ള ഒരു ശീലമാണ്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വാങ്ങിച്ച ഒരു പാക്കറ്റ് ചിപ്സ്, ഞാനല്ല വാങ്ങിച്ച്, ഇവിടെ വാങ്ങിച്ച ഒരു പാക്കറ്റ് ചിപ്സ് വെറുതെ ഇങ്ങനെ ലേബിള് പരതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടതാണ്. ഇവിടെ കാണിക്കുന്നു ഈ ലേബിൾ കണ്ടിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഞാൻ പറയാം. പൊട്ടാറ്റോ ചിപ്സ് പ്ലെയിൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ പൊട്ടാറ്റോ, വെജിറ്റബിൾ ഓയിൽ, സോൾട്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ന്യൂട്രീഷൻ ഫാക്ട്സ്, വാല്യൂസ് പെർ 100 ഗ്രാം എന്ന് വെച്ചാൽ ഈ ഉൽപ്പന്നത്തിൻ്റെ 100 ഗ്രാമിൽ അടങ്ങിയിട്ടുള്ള പോഷക അംശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. കാലറി വാല്യൂ, കാൽഷ്യം, കാർബോഹൈഡ്രേറ്റ്, കൊളസ്ട്രോൾ, ക്രൂഡ് ഫൈബർ, ഡയറ്ററി ഫൈബർ, അയൺ, പൊട്ടാസ്യം, ടോട്ടൽ ഫാറ്റ്, ടോട്ടൽ പ്രോട്ടീൻ എന്നിവ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ സോൾട്ട്, എത്ര ഉപ്പ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നിവിടെ കാണിച്ചിട്ടില്ല. കാരണം ചേരുവകളിൽ ഉരുളക്കിഴങ്ങ്, എണ്ണ, പിന്നെ ഉപ്പ് ചേർത്തതായിട്ട് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പോഷകാംശങ്ങളിൽ ഉപ്പിനെ കുറിച്ച് യാതൊന്നും പരാമർശിച്ചതായിട്ട് കാണുന്നില്ല. ഇതാണ് ലേബിളിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നതോ കള്ളം പറയുന്നതിൻ്റെയോ ഒരു ഉദാഹരണം. ലേബിളിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഫോൺട്സിൽ എഴുതുന്നത് പോലെ ആയിരിക്കില്ല അതിൽ ചേരുവകൾ. ഒറ്റ നോട്ടത്തിന് ഇത് പൊട്ടാറ്റോ ചിപ്സ് പ്ലെയിൻ, ഇതിൽ പൊട്ടാറ്റോവും വെജിറ്റബിൾ ഓയിലും സോൾട്ടും മാത്രമേ ഉള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ഇതിൽ സോൾട്ട് എത്രത്തോളം ഉണ്ട് എന്നോ അത് ഒരു ദിവസം ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള അംശത്തിലാണോ അളവിലാണോ എന്നുള്ളതോ ഒന്നും തന്നെ ഇതിൽ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കാണിച്ചിരുന്നു എങ്കിൽ തന്നെ ഇത് എത്ര പേർക്ക് മനസ്സിലാവും? ഇപ്പം ഈ ലേബിൾ തന്നെ എടുക്കുക. ഉദാഹരണമായിട്ട് കാലറി വാല്യൂ 590 കിലോ കാലറി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ശരാശരി മനുഷ്യന് എത്ര കലോറിയാണ് ഒരു ദിവസം വേണ്ടത്? പുരുഷനും സ്ത്രീക്കും വ്യത്യസ്തമാണെന്നറിയാം. പക്ഷെ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ളവർക്ക് എത്രത്തോളം കാലറീസ് ഒരു ദിവസം വേണം എന്നുള്ള ചോദ്യത്തിന് പലർക്കും കൃത്യമായിട്ട് കണക്കുണ്ടാവില്ല. ഇനി അഥവാ കണക്കുണ്ടെങ്കിൽ തന്നെ അത് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ആണ് കിട്ടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. ഉദാഹരണം, ഇതിൽ 590 കിലോ കാലറി ഉണ്ട്. ഒരു ശരാശരി പൂർണ്ണ വളർച്ച പ്രാപിച്ച നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ ഏതാണ്ട് 2000 കലോറി ഒരു ദിവസം വേണം എന്ന് നമുക്കൊന്ന് ഊഹിക്കാം, അല്ലെങ്കിൽ ഒന്ന് കണക്കാക്കാം. ആണോ? അങ്ങനെയെങ്കിൽ ഈ ഒരൊറ്റ പാക്കറ്റ് പൊട്ടാറ്റോ ചിപ്സിൽ 100 ഗ്രാം മാത്രമുള്ള പൊട്ടാറ്റോ ചിപ്സിൽ തന്നെ ഈ വ്യക്തിക്ക് ആവശ്യമായ ഒരു ദിവസം മുഴുവൻ ആവശ്യമായ കലോറീസിന്റെ 4/1 കിട്ടിക്കഴിഞ്ഞു. ഈ 4/1 എന്തിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്? പ്രധാനമായിട്ടും കാർബ്സിൽ നിന്ന്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാൽഷ്യം കൂടി ചേർത്തിട്ടുണ്ട്. കാൽഷ്യം ചേർത്തു എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണേ എന്ന് വ്യക്തമല്ല. കാരണം ഉരുളക്കിഴങ്ങ്, സസ്യ എണ്ണകളിൽ ഉപ്പ് മാത്രം ചേർത്ത് വറുത്തെടുത്ത ചിപ്സിൽ എവിടെ നിന്ന് 24 മില്ലിഗ്രാം കാൽഷ്യം വന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പിന്നെ അടുത്ത ചോദ്യം ക്രൂഡ് ഫൈബർ, ഡയറ്ററി ഫൈബർ 4.6 ഗ്രാംസ്, 100 ഗ്രാംസിൽ 4.6 ഗ്രാംസ് ഡയറ്ററി ഫൈബർ എന്നിതിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഫൈബർ എവിടെ നിന്ന് വന്നു? ഇവർ ചേർത്തതാണോ അതോ ആ ഉരുളക്കിഴങ്ങിൽ മാത്രമേ ഇതിൽ ഫൈബർ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ? ഈ 3 ചേരുവകളിൽ ഉരുളക്കിഴങ്ങിൽ മാത്രമേ ഫൈബർ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇത്രയ്ക്കും ഫൈബർ ഉരുളക്കിഴങ്ങിലുണ്ടോ എന്നുള്ളതാണ് അടുത്ത പ്രസക്ത ചോദ്യം. പിന്നെ അയൺ 1.6 മില്ലിഗ്രാം, അത് വിട്ടുകൊടുത്തു. പൊട്ടാസ്യം 648 മില്ലിഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. അതും സംശയാസ്പദമാണ്. ഇത്രയും മാത്രം പൊട്ടാസ്യം ഈ വറുത്ത പൊട്ടാറ്റോ ചിപ്സിൽ എവിടെ നിന്ന് വന്നു? അതർ ദാൻ അവർ അത് ഫോർട്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് പുറമേ നിന്ന് അവർ ചേർത്തിട്ടില്ലെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു? പിന്നെ ഫാറ്റ് അംഗീകരിക്കാൻ പറ്റും. ടോട്ടൽ പ്രോട്ടീൻ 8.2 ഗ്രാംസ് എന്ന് വെച്ചാൽ 8% പ്രോട്ടീൻ ഉള്ള ഒരു വസ്തുവാണത്, അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥമാണത് എന്ന് കരുതേണ്ടി വരും. അപ്പോൾ ഹൈ പ്രോട്ടീൻ ആൻഡ് ഹൈ ഫൈബർ എന്നാണോ ഇവിടെ പറഞ്ഞു വരുന്നത്? തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ലേബിളിംഗ് അല്ലേ ഇത്? ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ലേബിൾ നോക്കിയിട്ട് മാത്രം നമ്മളൊരു ഭക്ഷണ പദാർത്ഥത്തിന്റെ ഗുണമേന്മയെക്കുറിച്ചോ അല്ലെങ്കിലോ നമ്മൾ ഒരു കാരണവശാലും അളന്നെടുക്കാൻ പാടില്ല. ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ എനിക്ക് തോന്നി ഇത് പൊതുജന സമക്ഷം എത്തിക്കണം. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ലേബിൾ നോക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, പക്ഷെ ഇതുപോലത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലേബിളിങ്ങിലൂടെ എത്ര പേരെയാണ് അനാരോഗ്യത്തിലേക്ക് ഇവരെ തള്ളിവിടുന്നത്. ഇതിനെന്തെങ്കിലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ, അത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പും ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഈ സംവിധാനങ്ങളിൽ ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ലേ എന്നാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം. 3 ചേരുവകൾ, പൊട്ടാറ്റോ, വെജിറ്റബിൾ ഓയിൽ, സോൾട്ട്, ഇതിലെവിടെ നിന്ന് ഇത്രയും ഫൈബർ വരുന്നു? ഇതിലെവിടെ നിന്ന് ഇത്രയും പ്രോട്ടീൻസ് വരുന്നു? പ്രസക്തമായ ചോദ്യമല്ലേ? സംശയിക്കേണ്ടത് തന്നെയല്ലേ? ഇത് ആരോട് പരാതിപ്പെടണം? എനിക്കറിയില്ല, സത്യം പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായി അറിയിക്കുക. തീർച്ചയായിട്ടും എനിക്കിതിൻ്റെ ആ വശത്തിലേക്ക് ഒന്ന് അന്വേഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ലേബിളിംഗ് ഒരു വലിയ പ്രശ്നമാണ്, ഫുഡ് ലേബിളിംഗ് നമ്മുടെ നാട്ടിൽ. ഇതിൽ ആർക്കെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ദയവായി നിങ്ങൾ എഴുതി അറിയിക്കുക. ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലേബിളിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ അതിനു വേണ്ടി ഒന്ന് സൂക്ഷ്മമായി അത് നിരീക്ഷിക്കണം എന്ന് മാത്രം. നമ്മുടെ എല്ലാവരെയും ആരോഗ്യത്തിനും പൊതുജനാരോഗ്യത്തിനും വേണ്ടിയാണ് ഞാൻ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം.